ഞാനുള്ളത് പ്രശസ്തമായ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. 1760 അന്നത്തെ മൈസൂരിൻ്റെ രാജാവായിരുന്ന ഹൈദർ അലിയാണ് ഇങ്ങനൊരു ഉദ്യാനം പണിയാൻ ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനായിരുന്നു ഇത് പൂർത്തീകരിച്ചത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ രീതിയിലുള്ള ഗാർഡനുകൾ തൻ്റെ രാജ്യത്ത് വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു ഉദ്യമത്തിന് അദ്ദേഹം ഇറങ്ങുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് വളരെ മനോഹരമായി ഏകദേശം 240 ഏക്കറിലേറെ ഒരു വലിയ സ്ഥലത്താണ് ഇങ്ങനൊരു ഉദ്യാനം പണിതിട്ടുണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്തമായ ഒരുപാട് മരങ്ങൾ, ഒരുപാട് ചെടികൾ, അതുപോലെ തന്നെ ഒരുപാട് കിളികളുടെ ശബ്ദങ്ങൾ, മൊത്തത്തിലൊരു ഫുൾ പച്ചപ്പ് നിറഞ്ഞ നമ്മളെ മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്ന ഒരിടം കൂടിയാണ് ഈ ലാൽബാഗ് ഗാർഡൻ എന്നുള്ളതാണ്. ഈ വഴികളിലൂടെ ഇന്ന് നടക്കുമ്പോൾ എന്താ പറയുക, പഴയ ചരിത്രങ്ങളിലൂടെ നടക്കുന്നത് പോലെയുണ്ട് എന്നുള്ളതാണ്. 1760കളിൽ ഹൈദർ അലിയുടെ കാലഘട്ടത്തിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് നമ്മൾ ഉൾക്കൊണ്ട് ഇതിലേക്കൂടെ നടക്കുമ്പോൾ കുറേ കൂടി നമുക്കിതിൻ്റെ ഒരു ഓറ നമുക്കെവിടെയൊക്കെയോ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മളൊരു നാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ചരിത്ര ഇടങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ചരിത്രങ്ങൾ കൂടി മനസ്സിലാക്കി നടക്കുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇവിടെ വെറുതെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുപോവുക അത് മാത്രമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു നാടിനെ നമ്മൾ അറിയേണ്ടത് അതിൻ്റെ ചരിത്രങ്ങളിലൂടെ, ഒരു ഇടത്തെ നമ്മൾ അറിയേണ്ടത് അതിൻ്റെ ചരിത്രങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ലാൽബാഗിൽ ഇനി വരുമ്പോൾ ഈ ചുറ്റുമുള്ള മരങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടെ ഓരോ മരത്തിൻ്റെ ഈ പേരുകൾ വരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ലാൽബാഗിലൂടെ നടക്കുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഇൽ ബൈ ലിപ്സ്.